ജമാഅത്ത് ഇസ്ലാമി അറിഞ്ഞുകൊണ്ട് ബോധപൂർവമാണ് ചർച്ച നടത്തിയിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാകുമ്പോൾ അത് പാർട്ടി അറിയാതെയാണ് എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എൻ്റെ അറിവനുസരിച്ച് ഞാൻ ആ ചർച്ചയിലില്ലാത്തതുകൊണ്ട് എൻ്റെ അറിവനുസരിച്ചില്ല. അമീറും നേതൃത്വത്തിലുള്ള വേറെ ചില വ്യക്തികളുണ്ട്. അത് എനിക്കറിയില്ല. കാരണം ആ ചർച്ചയിൽ ഞാൻ പങ്കാളിയല്ലാത്തത് കൊണ്ട് എന്താണ് വാഗ്ദാനം ചെയ്തത് എന്നോ എന്താണ് ചോദിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പാർട്ടി സംഘടന വർഗീയ സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്, വിദേശ ഫണ്ട് ഇത്തരത്തിലുള്ള രൂക്ഷമായ ആരോപണമാണ് സംഘടനയിൽ ഉന്നയിച്ചത്. അത്തരം ആരോപണം ഉന്നയിച്ച് CPM-ആയിട്ട് എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്ക് സഹകരിക്കാൻ പറ്റും? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ കേരളീയ പൊതുസമൂഹവും മതസമൂഹവും തള്ളിപ്പറയണം, ഒറ്റപ്പെടുത്തണമെന്ന് ഏതാനും മാസം മുമ്പ് പ്രസ്താവന ഇറക്കുകയും ശക്തമായ പ്രചാരണം അദ്ദേഹം തന്നെ നേരിട്ട് നടത്തുകയും ചെയ്തിട്ട് അതേ പിണറായി വിജയൻ തന്നെ ഇങ്ങനെ ഒരു പരസ്പര ധാരണയിലേക്ക് കുറിച്ച് ചിന്തിച്ചത് കേരളീയ സമൂഹം അറിയാതിരിക്കാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനമാണെന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം തികച്ചും തെറ്റായ ആരോപണമാണത്. ആ തെറ്റായ ആരോപണം പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിട്ട് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ടുള്ള ഒരു ചങ്ങാത്തത്തെക്കുറിച്ച് ആലോചിച്ചത് തികഞ്ഞ ഒരു രാഷ്ട്രീയ വിവേകമില്ലായ്മയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ സന്ദർഭങ്ങളും നടത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി സ്വന്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനുമായിട്ട് ജമാഅത്ത് ഇസ്ലാമി ചർച്ച നടത്തിയിട്ടുണ്ട്. എൻ്റെ പ്രതിഷേധം ഞാൻ അതത് ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടവരെ ഉണർത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഭൂരിപക്ഷത്തിൻ്റെയും ആ പൊതുവായ നിലപാടിനെയല്ലേ അംഗീകാരം കിട്ടുള്ളൂ. വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. സംഘടനയുടെ ബോഡികളിലാണ്, അതിൻ്റെ ചർച്ചകളിലാണല്ലോ സ്വാഭാവികമായി നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുക. ആ ബോഡികളിലൊക്കെ എൻ്റെ നിലപാടുകൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അപ്പം നമ്മൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സംഘടന സ്വാഭാവികമായും എടുക്കുന്ന സമീപനം എന്തായിരിക്കും വെച്ചാൽ നിലവിലുള്ള ഭരണകൂടത്തെ വിലയിരുത്തിയിട്ട് CPM-ആണ് നല്ലത് എന്ന് സംഘടന കണ്ടെത്തി. പക്ഷേ സംഘടന അങ്ങനെ കണ്ടെത്തി എന്നതുകൊണ്ട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചോണമെന്നില്ലല്ലോ. അത് വിശദീകരണം ഇനിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. കാരണം ഇല്ലല്ല, ജമാഅത്തെ ഇസ്ലാമി ഒരു പരസ്യമായ ചർച്ചയ്ക്ക് പറ്റാത്ത പ്രസ്ഥാനമാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായി മറ്റ് മതസംഘടനകളോടും അതേപോലെ തന്നെ മറ്റ് സമൂഹങ്ങളോടും നടത്തുന്ന അതേ ചർച്ച പരസ്യമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് നടത്താൻ ഇവർ മുന്നോട്ട് വരേണ്ടതാണ്. ആരെങ്കിലും അത് തലയിൽ മുണ്ടിട്ട് നടത്തുന്ന ചർച്ചകളുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആർജവത്തോട് പറയേണ്ടിയിരുന്നത്. ഇത്തരം ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമിയാണ് ഞങ്ങൾ തയ്യാറാവേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ രാഷ്ട്രീയകാര്യ സെക്രട്ടറി ഹമീദ് വാണിമേൽ സംഘടന വിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടനയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ മാത്രമാണ് തീരുമാനിച്ചതെന്നും ഭാവി പരിപാടികൾ തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. CPM-ഉമായുള്ള രഹസ്യ ചർച്ചയെ ചൊല്ലിയാണ് ഈ ഒരു പ്രതിഷേധം. ജമാഅത്തെ ഇസ്ലാമിയിൽ ഇത് സംബന്ധിച്ച് ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം PSC ഓഫീസിൽ ഇടതു സർവീസ് സംഘടന നടത്തിയ കുടുംബ സംഗമം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. അതേസമയം ഇത് കുട്ടികളുടെ പരിപാടിയാണെന്നാണ് PSC എംപ്ലോയീസ് യൂണിയന്റെ നിലപാട്. രാവിലെ മുതൽ